ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും പ്രവചന പഠനമെന്ന 20ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും കർത്താവിൻ്റെ നാമത്തിലെ ക്ഷണിച്ചു കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം അഥവാ ആഗസ്റ്റ് മാസം 29-ാം തീയതി ബീഹാറിലെ പറ്റ്നയിലെ ഞാൻ എത്തിച്ചേർന്നു. സെപ്റ്റംബർ മാസം 14-ന് ഞാൻ മടങ്ങി നാട്ടി വരികയുള്ളൂ. ഇന്ത്യ മിഷനുള്ള ബന്ധത്തിലുള്ള പലയിടങ്ങളിൽ പ്രവർത്തനത്തിനായിട്ടാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. പലയിടത്തും നെറ്റ് കിട്ടുമോ എന്ന് സംശയമാണ്. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ക്ലാസ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പല സ്ഥലത്ത് വെച്ച് നമ്മുടെ കർത്താവിൻ്റെ വരവിനെ പറ്റി താൻ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമായി കാണുന്നത് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവ് ഫിലിപ്പിയന്റെ കൈസരിൽ ചെന്നു. നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ശിഷ്യന്മാരുമായി ഓരോ സ്ഥലത്ത് ചെല്ലുകയും അവിടെയുള്ള ജനങ്ങളെ പരിചയപ്പെടുത്തി അവരെ രക്ഷയിലേക്ക് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള പഠിപ്പീരിന് നടുവിൽ ഫിലിപ്പിന്റെ കൈസരിൽ ചെന്ന് അവിടെയുള്ള ആളുകളുമായിട്ട് ഒന്ന് മനസ്സിലാക്കി. തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് ചോദിച്ചു. ആ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. അതിനുത്തരം അവർക്കറിയേല. അവരതുകൊണ്ട് പലരുടെ പേര് പറഞ്ഞു. ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകനെന്നും, മറ്റു ചിലർ എലിയാവെന്നും, വേറെ ചിലർ യിരെമ്യാ പ്രവാചകൻ, വേറെ ആളെ പറഞ്ഞു പ്രവാചകന്മാരിൽ ഒരുവൻ. നമ്മുടെ കർത്താവ് യേശു 2 വർഷത്തിന് മീതെയായി ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്യുന്നു. കാലക്കണക്ക് നോക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം ചെയ്തു. തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. അതിന്റെ 15-ാമത്തെ വാക്യം, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് എല്ലാവരും നിശബ്ദരായി. ആർക്കും ഉത്തരമില്ല. എന്നാൽ നമ്മുടെ ശീമോൻ പത്രോസ് പറയുന്ന മറുപടിയാണ് 16-ാമത്തെ വാക്യം. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു. നമ്മുടെ കർത്താവ് ഉടനെ പറയുന്നൊരു കാര്യമുണ്ട്. ബരയോനെ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെട്ട് തന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴേ ശീമോന്റെ സഹോദരനായ അന്ത്രയോസ് നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ഈ പത്രോസിനെ കൊണ്ടുവന്നു. അവിടെ നോക്കുമ്പോൾ യേശു അവനെ നോക്കി. അവൻ ആരാകാൻ പോകുവാണ് ദൈവത്തിനറിയാം. ദൈവമക്കളെ, നമ്മെപ്പറ്റി ദൈവത്തിന് ഉദ്ദേശമുള്ള കാര്യം ഓർക്കുക. യേശു അവനോട് പറഞ്ഞത്, നീ യോഹന്നാന്റെ പുത്രനായ ശീമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതെ, പത്രോസ് ആകുന്നു. അന്ന് പറഞ്ഞു തന്റെ സഹോദരനായ അന്ത്രോസിന്റെ കൂടെ വന്ന സമയത്ത് പറഞ്ഞു, നീ പത്രോസ് ആകും. ഈ 12 പേരിൽ പത്രോസിന്റെ മറുപടി ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും.
എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന പാറമേൽ ക്രിസ്തു സഭ പണിയും. അടുത്ത പറയുന്നത് ആ സഭയെ പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. ഇന്ന് ഒത്തിരി ആളുകൾ ഈ ഭാഗം വളരെ തെറ്റിച്ച് പ്രസംഗിക്കുന്നു, തെറ്റിച്ച് വായിക്കുന്നു. അവരിങ്ങനെ വായിക്കുന്നത്, നീ പത്രോസ് ആകുന്ന ഭാഗത്തിന് അവര് പറയുന്നത്, പത്രോസേ നീ പാറയാകുന്നു. അങ്ങനത്തെ പണിയിൽ ദൈവമില്ല, ബൈബിൾ വാക്യമില്ല. പത്രോസേ നീ പാറയാകുന്നൊരു വാക്യം ബൈബിളില്ല. കർത്താവ് എന്ന് പറഞ്ഞത് നിന്റെ പേര് മാറ്റുന്ന പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ക്രിസ്തുവാകുന്ന പാറമേൽ സഭ പണി തുടങ്ങി. നമ്മുടെ കർത്താവ് ഒരു മുന്നറിയിപ്പ് കൊടുത്തു, പാതാള ഗോപുരങ്ങൾ ദൈവസഭയെ ജയിക്കയില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പാതാള ഗോപുരം എന്ന് പറഞ്ഞ അന്ധകാര ശക്തിയാണ്. എത്ര അന്ധകാര ശക്തി നോക്കിയാലും ദൈവസഭയെ തൊടുകയില്ല. ചിലപ്പോൾ ഉപദ്രവങ്ങള്, പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നു പറഞ്ഞാലും അത് വളർച്ചയുടെ കാര്യമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 16-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണ് നമ്മുടെ പ്രധാന ഭാഗം. കർത്താവ് വരുമെന്ന് തന്റെ വരവിനെ പറ്റി 16-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം, ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിന്റെ കൈസരയിൽ വെച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞു. 28-ാമത്തെ വാക്യമോട് പറയട്ടെ, തന്റെ വരവിനെ പറ്റി കൈസരയിൽ വെച്ച് പറയുന്നത്, മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശു കർത്താവ് 7 സ്ഥലത്ത് വെച്ച് തന്റെ വരവിനെ പറ്റി താൻ പ്രസ്താവിച്ചത് തുടർന്ന ക്ലാസ്സിലെ അവസരം പോലെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവസഭ ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് പണിയുന്നത്, നമ്മളും കൂടെ പണിയുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ലഭിക്കുന്ന സമയം കർത്താവിൻ്റെ സഭയുള്ള ബന്ധത്തിലെ കൂടെ പ്രവർത്തിക്കുവാൻ, കൂടെ ഓടുവാൻ ക്രിസ്തു പണിതുകൊള്ളും. പക്ഷേ നാം പ്രവർത്തിക്കണം. നാം പ്രവർത്തിച്ചാൽ ക്രിസ്തു തൻ്റെ സഭയെ വളർത്തും, പണിയും. പ്രിയമുള്ളവരെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഭാരതത്തിൽ ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. ആയിരങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ആ പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയാകുക. ഭാരതം യേശുവിനായിട്ട് ഉണരട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കൊയ്ത്തിന് നിലമൊക്കെയും വെളുത്തിരിക്കുന്നു പറഞ്ഞാൽ പാകം കഴിഞ്ഞു. ഇവിടെ വേലക്കാരി ആവശ്യമാണ്. യേശുവിൻ്റെ വരവെ അടുത്തിരിക്കുന്നു. ഒരു കാര്യം ഓർത്തുകൊള്ളുക, നാം ദിനംതോറും നമ്മുടെ അരുമനാഥന്റെ വരവിന് വേണ്ടി പോകുവാൻ, ഒരുങ്ങുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ബീഹാറിലായിരിക്കുന്നിടത്തോളം സമയങ്ങളെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ആവശ്യമായ ആരോഗ്യം, ബലവും കൃപ നൽകുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവമായ കർത്താവെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. യേശു വരാറായി. ഇന്ത്യയിൽ വലിയ ഉണർവിന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് മഹത്വം.